മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഇതിനകം 609 വീഡിയോകൾ ദൈവകൃപയാൽ ചെയ്യുവാനായിട്ട് സാധിച്ചു. ഇരുകൈയും നീട്ടി സന്തോഷത്തോടെയും വിമർശനത്തോടെയും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും വീഡിയോകൾ വചനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നതിന് ഞാൻ നിങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇതെന്താണ് വിമർശനത്തോടെ എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ആരോ ഇട്ടിരിക്കുന്നത് കണ്ട്, നിനക്ക് ക്രിസ്തു ആരാണെന്ന് അറിയാമോ എന്ന്. അതൊരു ചോദ്യമാണല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 2 ദിവസം അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ ആ ചിന്ത കടന്നു, നിനക്ക് ക്രിസ്തു ആരാണെന്ന് അറിയാമോ. 3-ാമത്തെ ദിവസം എനിക്ക് തന്ന ചിന്ത ഇന്ന് ഈ വിഷയം ഇവിടെ ഷെയർ ചെയ്യുകയാണ്. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. എൻ്റെ അമ്മമ്മോ, എന്തെല്ലാം പേരുകളിലാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. കർത്താവ് അത് ചോദിച്ചത് നന്നായി അല്ലേ. ജനങ്ങൾ എന്താ പറയുന്നത്? സ്നാപക യോഹന്നാൻ എന്ന്, മറ്റു ചിലർ ഏലിയ എന്ന്. ഏലിയ തിരിച്ചു വന്നേക്കണേണെന്നാണ് പറയുന്നത്. വേറെ ജെറമിയ പ്രവാചകൻ വന്നിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വെട്ടൊന്ന് തുണ്ടൻ രണ്ടെന്ന് പറയുന്നത് പോലെ ഇടിച്ചു തകർക്കാനും നട്ടു വളർത്താനും പിഴുതെറിയാനും ജെറമിയാക്ക് കിട്ടിയ അഭിഷേകം. അവർക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നി. വേറെ മറ്റു ചിലർ പറഞ്ഞു, പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അതൊരു ചോദ്യം, ഒരു 1.5 ചോദ്യം തന്നെയാണ്. ശിമയോൻ പത്രോസ് പറഞ്ഞു, എന്താ പറഞ്ഞത്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. യേശു എന്ന സ്വർഗം വെളിപ്പെടുത്തിയ നാമമാണ്. യേശു എന്ന നാമത്തിൻ്റെ അർത്ഥം ഹെബ്രായത്തിൽ യഹോഷുവ എന്ന പദത്തിൽ നിന്നാണ്. ദൈവം രക്ഷിക്കുന്നു, രക്ഷകൻ എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ പാരമ്പര്യം പറഞ്ഞു തരുന്നു, ഹെബ്രായ ഭാഷ പറഞ്ഞു തരുന്നു, സ്വർഗം വെളിപ്പെടുത്തുന്നു. യേശു രക്ഷകനാണ്. യേശു രക്ഷകനാണ്. ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. അപ്പോൾ യേശു ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ജീവനുള്ള ദൈവം, നോട്ട് ദ പോയിന്റ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. അപ്പോൾ സ്വർഗം ക്രിസ്തു ആരാണെന്ന് ആർക്കെങ്കിലും വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ ആരും ബലം പിടിച്ചിട്ടോ വാശി പിടിച്ചിട്ടോ തർക്കിച്ചിട്ടോ ഒന്നും കാര്യമില്ല. സ്വർഗം വെളിപ്പെടുത്തി തരണം. നമ്മൾ ഹിസ്റ്ററി പഠിച്ചതാണ് അല്ലേ. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ? ഇനി 10ാം ക്ലാസ് വരെയെങ്കിലും പഠിച്ചവരോടൊക്കെ ചോദിച്ചാൽ പറയാം ഹിസ്റ്ററി. അതിന് മുകളിൽ പഠിച്ചവരൊക്കെ കേൾക്കുന്നുണ്ട്, പലരും വിളിക്കുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അറിവിലും ഭക്തിയിലും ഭൗതികമായും എല്ലാം പണ്ഡിതന്മാരും ഉന്നതന്മാരും എല്ലാം ഇന്ന് ദൈവവചനത്തിന് വേണ്ടി ദാഹിക്കുകയും ശ്രവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇതാ ഹിസ്റ്ററി സ്റ്റോറി ദാറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ മുൻകാലങ്ങളിലൊന്നും ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഹിസ്റ്ററി എന്താണ്? സ്റ്റോറി. ആരുടെ സ്റ്റോറിയാ? ചോദിക്കണം ചോദ്യങ്ങൾ. ദാറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അതെങ്ങനെ വരും? ഇതാ
ചരിത്രം തന്നെ രണ്ടായി വിഭജിക്കപ്പെട്ടത് യേശുവിലാണ്. യേശുവിൻ്റെ ജനനവും മരണവും അതിൻ്റെ നാഴികക്കല്ലാണ്. യേശുവിന് മുൻപ് എന്നും യേശുവിന് പിൻപ് എന്നും നമ്മൾ കാണുകയാണ്. BC എന്നും AD എന്നും ഇതാ ഹിസ്റ്ററി, ചരിത്രം രണ്ടായി വിഭജിക്കപ്പെടുകയാണ് യേശുവിൽ. ലോകത്ത് ഇന്ന് വരെ പലരും ജീവിക്കുകയും മരിക്കുകയും കടന്നു പോകുകയും മഹാന്മാരും പ്രവാചകന്മാരും പണ്ഡിതന്മാരും പ്രതിപുരുഷന്മാരെന്ന് പറഞ്ഞ് പലരും കടന്നു പോയിട്ടുണ്ട്. ആരിലും ചരിത്രം നാഴികക്കല്ലായി തീർന്നത് കാണുന്നില്ല. അത് ക്രിസ്തുവിലാണ്. ഇന്ന് നാം ക്രിസ്തുവിന് ശേഷം AD 2024 ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് പിൻപും. ഇനി ക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിൽ നമുക്ക് കിട്ടുന്ന കാഴ്ചപ്പാടുകൾ, ഓരോരുത്തരും ക്രിസ്തുവിനെ കുറിച്ച് പല കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പോൾ ദൈവം ആരാണ്? ദൈവം നമുക്ക് പിതാവാണ്. അപ്പോൾ ഇവിടെ ക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്തു നമുക്ക് പിതാവാണ് എന്ന് വചനം പഠിപ്പിക്കുക. യോഹന്നാൻ 1:12. വീണ്ടും യോഹന്നാൻ 10:11 പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയനാണ്. ഇവിടെ പറയുന്നത് നല്ല ഇടയനാണെന്ന് ക്രിസ്തു തന്നെ നമുക്ക് വെളിപ്പെടുത്തുക. നല്ല ഇടയൻ എങ്ങനെയാ? ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നു. ലോകത്തിൽ ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ല. ജാതിയും മതവും വർണ്ണവും ലിംഗവും ഒന്നും നോക്കാതെ സകല മനുഷ്യർക്കും സകല സൃഷ്ടികൾക്കും വേണ്ടി ദൈവപുത്രനായ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന യേശു ബലിയായി തീർന്നു. ഇതാ അവിടുന്ന് നല്ല ഇടയനുമാണ്. യേശു നല്ല ഇടയനാണ് എന്ന് വചനം പഠിപ്പിച്ചു വരുന്നു. യോഹന്നാൻ 10:14-15 പറയുന്നു, ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. ഞാൻ കാറ്റിസം പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ ഇങ്ങനെ 9-ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ 3-ാം ക്ലാസ്, 6-ാം ക്ലാസ്, 9-ാം ക്ലാസ്, 12-ാം ക്ലാസ് 12 വർഷം മതബോധന മേഖലയിൽ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തു. 6 വർഷം കാറ്റഗിസം ഹെഡ് മാസ്റ്ററായിട്ട് സേവനം ചെയ്തു. അതിൻ്റെ പൊങ്ങച്ചം പറയാൻ വേണ്ടിയല്ല. 3-ാം ക്ലാസ്, 6-ാം ക്ലാസ്, 9-ാം ക്ലാസ്, 12-ാം ക്ലാസ് വ്യത്യസ്തമായ ക്ലാസ്സുകളിൽ ക്ലാസ് ടീച്ചറായിട്ടും സേവനം ചെയ്തപ്പോൾ ഒത്തിരി കാറ്റഗിസം സ്വന്തമായിട്ട് പഠിക്കാനും പഠിച്ച് കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും സാധിച്ചു. അപ്പോൾ വെറുതെ കാണാപ്പാടം കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നതിലുപരി അവരുമായിട്ടൊരു ഇൻ്റലക്ച്വൽ ടോക്ക്. അപ്പോൾ ദൈവം ആരാണെന്ന് ചോദിച്ച അവസരങ്ങളിൽ പിതാവാണെന്ന്, പ്രത്യേകിച്ച് മുതിർന്ന കുട്ടികൾ, കൊച്ചുകുട്ടികൾ കുറേ കൂടെ നിഷ്കളങ്കമായിട്ട് പറയും. വലിയ ക്ലാസ്സുകളിലൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ദൈവം ആരാണെന്ന് പറയാൻ ഒരു സംശയമോ, പറഞ്ഞാൽ തെറ്റിപ്പോകുമെന്ന്. നല്ല ഇടയനാണെന്ന് പറയും, പിതാവാണെന്ന് പറയും, പിന്നെ കൃഷിക്കാരനെ പോലെയാണ് അല്ലേ? എവിടെയാണ്? യോഹന്നാൻ 15 പറയുന്നുണ്ട്, എൻ്റെ പിതാവ് കൃഷിക്കാരനാണ്, ഞാൻ മുന്തിരിച്ചെടിയാണ്. കർത്താവ് മുന്തിരിച്ചെടിയാണെന്ന്. അപ്പം നമുക്ക് ആരാണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ബൈബിളിൽ ചിലരൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. പിശാചുബാധിതൻ പോലും പിശാചു പോലും ഇതാ യേശു ആരാണെന്ന് വിളിച്ചു പറയുന്നുണ്ട്. എവിടെയാണ്? ബൈബിളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. മാർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു 21 മുതൽ, അവൻ കഫർനാമിലെത്തി സാബത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ചു പഠിപ്പിച്ചു. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. 23-ാമത്തെ വാക്യം, മാർക്കോസ് 1:23, അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അലറി, നസ്രാന യേശുവേ, എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ആരാണ് യേശു? ആരാണ്? നസ്രായൻ.
നസ്രത്തിൽ ദൈവപുത്രനും കന്യാമേരിയും താതൻ യൗസേപ്പും ചേർന്നൊരുക്കിയ സൽകുടുംബത്തിൻ മാതൃക എത്ര മോഹനം. അപ്പം നസ്രായനായ യേശുവേ എന്നും പറഞ്ഞിട്ട് നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം. പിശാചുബാധനായ അശുദ്ധാത്മാബാധനായ മനുഷ്യനിൽ നിന്ന് പിശാചുബാധൻ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? നസ്രായനായ യേശുവേ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? എന്നിട്ട് പറയുകയാണ്, നീ ആരാണെന്ന് എനിക്കറിയാം. പിശാചുബാധനിൽ നിന്ന് പിശാച് വിളിച്ച് പ്രഖ്യാപിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്നാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധൻ. മാർക്കോസ് 1:24. അപ്പം നസറനായ യേശുവേ എന്നും പറയുന്നുണ്ട്. അതേ വാക്യത്തിൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഇതാ പിശാച് പോലും ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്, നസ്രാനായ യേശുവാണെന്ന് അവിടത്തെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. യേശു അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ടു നീ പുറത്തു വരിക. അശുദ്ധാത്മാവ് അവനെ തള്ളിയിട്ട് ഉച്ചസ്വരത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു. യേശുവിനെ ആരാധിക്കേണ്ടതുപോലെ ആരാധിച്ചാൽ, യേശുവിന് മഹത്വം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, ആ മഹത്വത്തിൻ്റെ നാമം ഏറ്റുപറഞ്ഞാൽ ഇതാ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. സാധിക്കുമെങ്കിൽ മാർക്കോസ് 1:5-9. ഇന്ന് 1 നാളെ 5, മറ്റന്നാൾ 9. 1-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. പൈശാചിക ബന്ധനങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിച്ചിരിക്കേണ്ട. ഈ വചനം വെച്ച് നിങ്ങളുടെ കോമ്പൗണ്ടിൽ കേൾക്കാവുന്ന രീതിയിൽ ഈ വചനം കേൾക്കുന്ന അന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ മന്ത്രം, പൈശാചിക പീഡകൾ, ദുഷ്ടാരൂപിയുടെ ബന്ധനങ്ങൾ, പിശാച് കൊണ്ടുവരുന്ന പീഡകളൊക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകും. വീണ്ടും മാർക്കോസ് 1:5-9. ഞങ്ങളെ ആധ്യാത്മികമായിട്ട് ഏറ്റവും ആദ്യം വചനം പഠിച്ചത് കൊച്ചിയിലെ വിക്ടർ ബദറിൽ നിന്നാണ്. ഡാനിയേൽ അച്ഛൻ്റെ യൂട്യൂബിലെ പ്രസംഗത്തിൽ, ഡാനിയേൽ പൂവനത്തിൽ അച്ഛൻ, ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പ്രസംഗത്തിൽ പോലും ഈ അൽമായ സഹോദരനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, ശുശ്രൂഷയെക്കുറിച്ച്. അപ്പോൾ ഒത്തിരി ഡെലിവറൻസ് അഭിഷേകമുള്ള ഒരു അൽമായ പ്രേക്ഷിതനായിരുന്നു അഡ്വക്കേറ്റ് വിക്ടർ ബദർ. മാർക്കോസ് 9:14 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. 29-ാം വാക്യം അവസാനിക്കുന്നത് ഇതാണ്: പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോകുകയില്ല. അപ്പോൾ ബ്രദർ ഞങ്ങൾക്ക് ആദ്യകാലങ്ങളിൽ പറഞ്ഞു തന്ന വചനഭാഗം ഇതാണ്. വീട്ടിൽ ഇന്ന് 1 നാളെ 5, നാളെ 5 മറ്റന്നാൾ 9. ആ വചനം സ്വരത്തിലും ശക്തമായിട്ടും നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഒത്തിരി വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കോമ്പൗണ്ടിൽ ഈ വചനത്തിൻ്റെ അഭിഷേകമുണ്ടായി ഒത്തിരി വിടുതലുണ്ടാകുന്നു. ഞങ്ങളൊക്കെ ഒത്തിരി നാൾ വായിച്ചിട്ടുള്ള, പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണ്. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. ഇതാ നസ്രാനായ യേശുവേ എന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ക്രിസ്തുവിനെ വിളിക്കുകയാണ്. അപ്പോൾ ഈ വചനം കേൾക്കുന്ന, ക്ലാസ്സിലൂടെ കടന്നു പോകുന്നവർ, ഈ വചനഭാഗങ്ങൾ സാധിക്കുന്നവർ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഫാക്ടറി, ജോലിസ്ഥലം, വീട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ കെട്ടിയിട്ട പോലത്തെ ഉയരാത്ത അവസ്ഥകൾ ഈ വചനം വെച്ച്, ഈ വചനത്തിൻ്റെ അഭിഷേകത്തിൽ നിറക്കണമേ എന്ന് ദൈവത്തോട് പ്രത്യേകം ഈ വചനഭാവം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ, മാർക്കോസിലാണ് നമ്മൾ കണ്ടത്, ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട് അന്ധന് യേശു കാഴ്ച കൊടുക്കുന്നതായിട്ട്. ആ അന്ധൻ്റെ
സംബോധന ലൂക്കാസ് സുവിശേഷം 18-ാം അധ്യായം 35 മുതൽ 39 വരെ. അവൻ ജെറീക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിൽ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു. ഭിക്ഷക്കാരനെ പോലും കർത്താവ് ഉപേക്ഷിക്കില്ല കേട്ടാ. എല്ലാം പോയി, എല്ലാം തീർന്നു, ആരും സഹായിക്കാനില്ലെന്ന് വിചാരിക്കുമ്പോഴും ഈശോ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു. നസന യേശു കടന്നു പോകുന്നു എന്നവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. അപ്പോൾ അപ്പുറത്ത് നമ്മൾ കണ്ടതാണ് മാർക്കോസ് 1 നസ്രാനായ യേശു എന്ന് പറയും സംബോധന ചെയ്യുന്നത്. ഇവിടെ കാണുന്നു ദാവീദിൻ്റെ പുത്രനായ യേശുവെന്ന്. മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു. നമ്മുടെ ജീവിതത്തിലുണ്ടാകാം ഒരു പ്രാർത്ഥനക്കാരൻ വന്നേക്കണ്, ഇവൻ്റെയൊക്കെ ഭക്തി കൊണ്ടല്ല നടക്കുന്നത് എന്നൊക്കെ ആക്ഷേപിക്കുന്ന അവസ്ഥ. വേറെ വല്ല ജോലിക്കും പോയിക്കൂടെ, അല്ലെങ്കിൽ വേറെ വല്ല സിനിമക്കും പോയിക്കൂടെ എന്നോടൊക്കെ ചോദിച്ചിട്ടുണ്ട് പണ്ട്. അവസാനം അതേ വ്യക്തിക്ക് വേണ്ടി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആശുപത്രി കഴിഞ്ഞ അവസ്ഥയിൽ, ക്യാൻസർ അവസ്ഥയിൽ പ്രാർത്ഥിക്കാനായിട്ട് ചെന്ന ഈശോസൗഖ്യം കൊടുത്ത അവസ്ഥയുണ്ട്. വേറെ പണിയില്ലേ, വെറുതെ സമയം കളയുന്നതിനാണ് ചോദിച്ചാൽ. അപ്പോൾ കൂടുതൽ ഉച്ചത്തിൽ അവർ ശകാരിച്ചു. അവൻ വിളിച്ചെന്താ ഉച്ചത്തിൽ, ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നു. വിളിച്ചിട്ട് കേട്ടില്ലെങ്കിൽ നിലവിളിച്ചു പ്രാർത്ഥിച്ചോണം കേട്ടാ. നിരാശയുടെ കണ്ണുനീരല്ല, പ്രത്യാശയുടെ കണ്ണുനീരാണ്. എടുത്തു കേൾക്കേണ്ട കാര്യമാണ്. നിലവിളിച്ചു കൊണ്ടിരുന്നു. യേശു അവിടെ നിന്നു അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു. ഓർത്ത് നോക്കിയേ, നാണം കെട്ട അവസ്ഥ. അടങ്ങിയിരിക്കടാ എന്ന് പറഞ്ഞവരൊക്കെ അതെ കർത്താവ് നിന്നെ വിളിക്കുന്നു, കർത്താവ് നിന്നെ വിളിക്കുന്നു, അവനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാ എന്ന് പറയുന്ന അവസ്ഥ ഓർത്ത് നോക്കി. അടങ്ങിയിരിക്കടാ എന്ന് പറഞ്ഞു കാണും. നീ ഇവിടെ കിടന്ന് കാറ് കീഴ്, കർത്താവ് ഒന്നും കേൾക്കാം, നീ വിളിക്കുന്ന വശത്തല്ല. പണ്ട് ഇവിടെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരാൾ ശുശ്രൂഷ കൂടാൻ, ഓർഗണൊക്കെ വായിക്കാൻ അയാൾക്കറിയാം, നല്ല BA വിദ്യാഭ്യാസം ഉണ്ട്. അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു, ടീമംഗങ്ങൾ പറഞ്ഞു ഒരാൾ മാത്രം ഇന്ന വശത്തേക്ക് തിരിഞ്ഞു നിൽപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ശുശ്രൂഷ കഴിഞ്ഞ് ആളായിട്ട് സംസാരിച്ചപ്പോഴാണ് 2 കണ്ണിനും കാഴ്ചയില്ലാത്ത മനുഷ്യൻ്റെ ബോക്സിലെ സൗണ്ട് സിസ്റ്റം, അവിടുത്തെ സൗണ്ട് കേട്ടിട്ട് അവിടെയാണ് സ്റ്റേജിൽ നിന്ന് കരുതി ഇയാൾ തിരിഞ്ഞു നിൽക്കുകയാണ്. അയാളെ തിരിച്ചു നിർത്താൻ ആരും ഉണ്ടായില്ല, അതൊരു അന്ധനായിരുന്നു. പക്ഷെ വളരെ പ്രത്യാശയുള്ള വാക്കുകളാണ് ആ മനുഷ്യനിൽ നിന്ന് കൂത്താട്ടുകുളത്തു നിന്നോ മറ്റോ അത്രയും ദൂരത്തുനിന്ന് യാത്ര ചെയ്ത് ഇവിടെ എറണാകുളത്ത് വന്ന് പഠിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മനുഷ്യൻ അന്ന് ഈ ശുശ്രൂഷയെക്കുറിച്ച് അറിഞ്ഞ് അത് കൂടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നിരിക്കുക. അയാൾ പറഞ്ഞു, എനിക്ക് കാഴ്ച തന്നില്ലെങ്കിലും എന്നെ വഴി നടത്തുന്ന ദൈവത്തെയാണ് യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആരാധിക്കും, കൂടെയുള്ള യേശുവിനെ. എൻ്റെ കണ്ണ് തുറന്നെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ കർത്താവ് എന്നെ എല്ലാ മേഖലയിലും വഴി നടത്തുന്നു, എനിക്കൊരു പരാതിയില്ല എന്ന് പറഞ്ഞതോർക്കാണ്. അപ്പോൾ കൊണ്ടുവരാം. അവൻ അടുത്ത് വന്നപ്പോൾ യേശു ചോദിച്ചത്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് വിളിക്കേണ്ടതുപോലെ വിളിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? യേശു നമുക്ക് ആരാണ്? വല്ലവരും അതും ഇതൊക്കെ പറയുന്നത് കേട്ട് അവർ പറയുന്നത് ഇവർ പറയുന്നതും കേട്ടുള്ള നടപ്പാണോ? ഏതാണ്ടൊരു വിളിയാണോ? അല്ല, നിലവിളിച്ച് പ്രാർത്ഥിക്കണം, മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കണം, നിരാശയുടെ. അവൻ അടുത്ത് വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിനെ വിളിക്കേണ്ടതുപോലെ വിളിക്കാൻ വിശ്വാസത്തിൻ്റെ കൃപ തരണേ. ലൂക്കാ 18:42 വചനത്തിൻ്റെ അഭിഷേകം. തൽക്ഷണം 43-ാം വചനം, അവന് കാഴ്ച ലഭിച്ചു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. ഇത് കണ്ടെല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ കർത്താവിനെ വിളിക്കേണ്ടതുപോലെ വിളിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളിലേക്ക് തന്നെ നമുക്കൊന്ന് കടന്നു വരാം. വീണ്ടും ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാറ്റിസം ടീച്ചർ എന്നോട് ചോദിച്ചു, ഒത്തിരി സീനിയറായിട്ടുള്ള ആളാണ്. അപ്പോൾ യേശു ദൈവമാണെന്ന് ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? പിതാവല്ലേ ദൈവം എന്നും ചോദിച്ചു വന്നിരിക്കുകയാണ്. ആരോ ഇവരോട് തർക്കിക്കുകയോ ചോദിക്കുകയോ ചെയ്തപ്പോൾ ഉത്തരം വ്യക്തമായിട്ട് കൊടുക്കാൻ പറ്റാത്തത് ഡയറക്റ്റ് പിടിച്ചോ. റോമ 19 ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും യേശു കർത്താവാണ് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പോൾ ഇവിടെ പറയുന്നു,
യേശു കർത്താവാണ്. യേശു കർത്താവാണെന്നുള്ള ബോധ്യം എനിക്ക് നിങ്ങൾക്കുണ്ടോ? അല്ല, മുഴുവൻ നമ്മുടെ ബുദ്ധിയിലും കഴിവിലുമാണെന്ന് വിചാരിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. എല്ലാം ഇതാ വരിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. വീണ്ടും വചനം പറയുന്നു, 1 തിമോത്തി 2:5-6, എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചന മൂല്യമായി നൽകി. അവൻ യഥാകാലം നൽകപ്പെട്ട ഒരു സാക്ഷ്യവുമാണ്. യേശു കർത്താവാണ്, യേശു ദൈവമാണ്, പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് മധ്യസ്ഥനാണ്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ. 1 തിമോത്തി 2:5-6 വാക്യങ്ങൾ. നമുക്കറിയാം, നമുക്ക് ഇന്ത്യക്കൊരു പ്രധാനമന്ത്രിയുണ്ട്, ഇന്ത്യക്കൊരു പ്രസിഡൻറ്റും ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊത്തിരി മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ആഭ്യന്തരമന്ത്രിയും അങ്ങനെ പലതും ഉണ്ട്. അതുകൊണ്ട് യേശു മധ്യസ്ഥനാണ് എന്ന് പറഞ്ഞിട്ട് ഇനി വിശുദ്ധന്മാരെയും മാതാവിനെയും വേണ്ടെന്നും പറഞ്ഞ് വളച്ചൊടിച്ച് കൊണ്ടുവരരുത്. ഇതാ യേശുവിലൂടെയാണ്, ഹെബ്രായർ 7:25, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. ദൈവത്തിനും മനുഷ്യർക്കിടെ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ പരിശുദ്ധ മറിയത്തിലൂടെ പ്രാർത്ഥിച്ചാലും, യൗസേപ്പിതാവിലൂടെ പ്രാർത്ഥിച്ചാലും, വിശുദ്ധന്മാരിലൂടെ പ്രാർത്ഥിച്ചാലും, മാലാഖമാരോട് പ്രാർത്ഥിച്ചാലും ഇത് എത്തേണ്ട ഇടത്ത് എത്തിച്ചേരും. എൻ്റെ വീടിൻ്റെ അടുത്ത് ചളിക്കവട്ടം, കണിയാമ്പുഴ, ഇവിടെ പുഴ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ തിരിഞ്ഞും മറിഞ്ഞും, ചിത്രപ്പുഴ ഇങ്ങനെയൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏത് പുഴയായാലും വരാപ്പുഴയായാലും ഏത് പുഴയായാലും അറബിക്കടലിലേക്ക് വന്ന് ഇതെല്ലാം പതിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്തിച്ചേരുന്നത് ഒരിടത്ത് തന്നെയാണ്. ഇവിടെ തന്നെ ഞങ്ങളുടെ ഈ ഭാഗത്ത് തന്നെ എൻ്റെ വീടിൻ്റെ 2-3 വീടിൻ്റെ പുറകിൽ അപ്പുറം ഒരു 100 മീറ്റർ അപ്പുറം, കഷ്ടി 100 മീറ്റർ ഇല്ല, അവിടെ പുഴയാണ്. പക്ഷേ പുഴയുടെ കൈവഴി ഇതെല്ലാം തിരിഞ്ഞ് ഒന്നായി ചേർന്ന് നമ്മുടെ മെട്രോയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന, കാക്കനാടോട്ട് മെട്രോയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആ വലിയ പുഴയായിട്ട് ഒഴുകി അതെല്ലാം അറബിക്കടലിലേക്ക് ചെന്ന് ചാടുകയാണ്. ചമ്പക്കര കനാലും എല്ലാം ഏതൊക്കെയെന്ന് പറഞ്ഞാലും ഇതുപോലെ നിത്യപിതാവായ ദൈവത്തിലേക്കാണ് ഇതെല്ലാം എത്തിച്ചേരുന്നത്. യേശു കർത്താവാണ് എന്ന് അതരം കൊണ്ട് ഏറ്റുപറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഇതിന് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഇത് ആത്മാർത്ഥമായിട്ട് ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാകും. വീണ്ടും 1 യോഹന്നാൻ 4:16 പറയുന്നു, ദൈവം സ്നേഹമാണ്. ഒരാൾ പറയാ ദൈവം സ്നേഹമാണ്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹമാണ്. അങ്ങനെ വ്യത്യസ്തമായ അഭിസംബോധനകൾ നമ്മളിവിടെ കാണുകയാണ്. നസ്രായനായ യേശു, ദാവീദിൻ്റെ പുത്രനായ യേശു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ, ദൈവം സ്നേഹമാണ്, നല്ല ഇടയനായ യേശു, ഏക മധ്യസ്ഥനായ യേശു. ഈ സംബോധനകളെല്ലാം വിശുദ്ധ ഗ്രന്ഥം നമുക്ക് കാണിച്ചു തരുന്നു. സ്നേഹത്തിൽ വിശ്വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു എന്ന് യോഹന്നാൻ 4:16. വീണ്ടും 1 യോഹന്നാൻ 3:16 ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹമെന്താണെന്ന് നാം മനസ്സിലാക്കുന്നു. നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. 1 യോഹന്നാൻ 3:16 4:16 ഇത് തന്നെയാണ് വചനം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ദൈവപുത്രനായ ഈശോയെ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ കരുണയാൽ ഞങ്ങളെ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ 1 കൊറിന്തോസ് 12-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ കർത്താവ് എന്നുള്ളൊരു വാക്ക് പോലും നമുക്ക് ആർക്കും വിളിക്കാനായിട്ട് സാധിക്കത്തില്ല
അപ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടണം, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. യേശു കർത്താവാണെന്ന് വിളിക്കാൻ, പറയാൻ, പ്രഖ്യാപിക്കാൻ, സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവ് മുഖേന മാത്രമാണ്. അതുകൊണ്ട് വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഈ വചനമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നു. വീണ്ടും ഒരു വചനം, സങ്കീർത്തനം 145 8-9 കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. അപ്പോൾ ഈ വചനം നമ്മൾ ഓർക്കുക. കർത്താവ് എല്ലാവർക്കും, ക്രിസ്ത്യാനിക്ക അല്ലെങ്കിൽ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട, പ്രത്യേക റീത്തിൽപ്പെട്ടവർക്കോ, റീത്തും സഭയൊന്നും പറഞ്ഞ് കടിപിടിച്ച് തല്ലി തലകീറി ജീവിതം നശിപ്പിച്ച് കളയണ്ട. ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുക. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. കർത്താവ് കൃപാലുവാണ്. കുഷ്ഠരോഗികളെ കണ്ടപ്പോൾ കരുണ കാണിച്ച കർത്താവിനെ നമുക്ക് മനസ്സിലായില്ലേ? ഇതാ അനുസരണക്കേടിൻ്റെ വഴിയെ പോയ യോനാ പ്രവാചകനോട് കരുണ കാണിച്ച ദൈവം മത്സ്യത്തെ കൊണ്ട് കരയിലേക്ക് അവനെ ഛർദ്ദിപ്പിച്ചു, നേരിൻ്റെ വഴിയിലേക്ക് വിട്ടു. അനുതപിച്ച നിനവേ നിവാസികളോട് മാനസാന്തരത്തിൻ്റെ വഴിയെ വന്നവരോട് കരുണ കാണിച്ച ദൈവം നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, പൂർവികരുടെ മേൽ, തലമുറകളുടെ മേൽ വീണുകിടക്കുന്ന സകല കടങ്ങളും ശാപങ്ങളും യേശുവിലേക്ക് കൊടുത്തു പ്രാർത്ഥിച്ചാൽ, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ, റോമ 8:1 പറയുന്നു, യേശുക്രിസ്തു ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല, ശിക്ഷയൊക്കെ മാറിപ്പോകും. കരുണാമയനും ക്ഷമാശീലനും. നമ്മൾ പറയുന്ന ക്ഷമയൊന്നുമല്ല, കർത്താവിൻ്റെ ക്ഷമ അളക്കാൻ നമുക്ക് ആർക്ക്. സ്നേഹസമ്പന്നനുമാണ്. സ്നേഹം മാത്രമേ ഉള്ളൂ. കരിക്കെടുത്തിട്ട് തല്ലിപ്പൊട്ടിച്ചാലും വെട്ടിപ്പൊട്ടിച്ചാലും കരിക്ക് നല്ല മധുരവും നല്ല കഴമ്പും മധുരമുള്ള വെള്ളവും വരും. ഇതുപോലെ തന്നെയാണ് കർത്താവിൽ നിന്ന് ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസൽമാനായാലും ജൈനനായാലും ബൗദ്ധനായാലും യേശുവേന്ന് വിളിച്ച് യേശുവിനെ കർത്താവായി പൂജിക്കുന്നവരുടെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് ജാതിയും മതവും നോക്കിയല്ല, യേശു കർത്താവാണ്. യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുന്നതൊക്കെ അവിടുത്തെ മകനും മകളുമായി അവരെ അവിടെ നിന്ന് ഉയർത്തുന്നു. നിനക്കാവശ്യമായതെല്ലാം നൽകാനുള്ള കൃപയും സമ്പന്നതയും കരുണയും ക്ഷമയും യേശുവിൻ്റെ പക്കലുണ്ട്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തൻ്റെ സർവ്വസൃഷ്ടിയുടെ മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. സങ്കീർത്തനം 145 8-9 വചനങ്ങളാണ്, മറന്നു പോകരുത്. ഈ വചനം ഒരു 53 പ്രാവശ്യം വെച്ച് 21 ദിവസം വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ എല്ലാമാണെന്നുള്ള ബോധ്യവും ആഴത്തിലുള്ള വിടുതൽ, ആഴത്തിലുള്ള സൈക് സോമ ന്യൂമ, ശരീരം മനസ്സ് ആത്മാവ്, ഈ മേഖലയിൽ കർത്താവിൻ്റെ കൃപ, കർത്താവ് കരുണാമയൻ, കർത്താവ് ക്ഷമാശീലൻ, കർത്താവ് സ്നേഹസമ്പന്നൻ, കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. നമുക്കും നമ്മളെ ഉപദ്രവിച്ചവർക്കും നമ്മൾ മൂലം വേദനിച്ചവർക്കും അഴിയാക്കുരുക്കുകൾ, കെട്ടുകൾ, വെറുപ്പ്, വഴി തടസ്സം, വസ്തു തടസ്സം, ഓഹരി പ്രശ്നം അതെല്ലാം അഴിയും. കാരണം കർത്താവ് നമുക്ക് മാത്രമല്ല, കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. അതുകൊണ്ട് ഇനി ഇവരിലോട്ടും നോക്കി വെറുപ്പും മടുപ്പും വർദ്ധിപ്പിക്കാതെ കർത്താവ് ഈ വചനം സങ്കീർത്തനം 145 8-9 കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. സങ്കീർത്തനം 145 8-9 വചനം വെച്ച് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങൾ നടക്കും. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തൻ്റെ സർവ്വസൃഷ്ടിയുടെ മേൽ ഏത് കാര്യത്തെ സംബന്ധിച്ചുള്ളൂ, അക്കരയിലോ ഇക്കരയിലോ, സ്വദേശത്തോ വിദേശത്തോ, അന്യനാട്ടിലോ പരദേശത്തോ, സ്വർഗത്തിലോ ഭൂമിയിലോ പാതാളത്തിലോ, എവിടെ ഉള്ള കുരുക്കാണെങ്കിലും, എവിടെ നിന്ന് സാധിച്ചു കിട്ടുന്ന കാര്യമാണെങ്കിലും അത് കർത്താവ് സാധിച്ചു തരും. സർവ്വ സൃഷ്ടിയുടെ മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. ഭൂമിയുടെ അങ്ങേയറ്റത്തെ കാര്യമാണോ, നഷ്ടത്തിലും കഷ്ടത്തിലും ഇരിക്കുകയാണോ, തടസ്സങ്ങൾ മൂലം വിഷമിക്കുകയാണോ, പരീക്ഷാഭയമാണോ, ജോലി ഭാരമാണോ, പ്രമോഷൻ തടസ്സമാണോ, വസ്തുപ്രശ്നമാണോ, ആത്മീയ ബന്ധനമാണോ, വിശ്വാസമില്ലാത്ത അവസ്ഥയാണോ, പ്രാർത്ഥിക്കാൻ കഴിയാത്ത അവസ്ഥയാണോ, കണ്ണുനീരിൻ്റെ കയത്തിലാണോ, തീരാവേദനയിലും രോഗത്തിലുമാണോ, ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ അത്ഭുതം നടക്കും. ഹാലേലുയ ഹാലേലുയ ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇത് ഉപകാരപ്പെട്ടത്. നിനക്ക് ക്രിസ്തു ആരാണെന്നറിയാമോ എന്ന് ആരോ കമൻ്റ് ഇട്ട ആ വരി പരിശുദ്ധാത്മാവ് ഇടടമോ
മോനെ ഒരു മെസ്സേജ്, ഇടട മോനെ ഇത് ആവശ്യമുള്ള അനേകരുണ്ട്, എന്നെ അറിയാത്ത ദൈവത്തിൻ്റെ വചനം കിട്ടാത്ത അനേക മക്കളുണ്ട്. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇടട മോനെ ഈ സബ്ജക്റ്റ് ക്രിസ്തു, നിനക്ക് ക്രിസ്തു ആരാണെന്നറിയാമോ? യേശുവേ നന്ദി. ഈ യൂട്യൂബിലൂടെ കമൻറ്റുകൾ ഇടുന്നവർക്ക് വേണ്ടി, ആരോഗ്യകരമായും അനാരോഗ്യകരമായും കമൻറ്റുകൾ ഇടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവരുടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കണമേ. പ്രാർത്ഥനാ വിഷയങ്ങൾ ഇടുന്നവർക്ക് വേണ്ടി, ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത ആളുകളൊക്കെ പല ഭാരങ്ങളും പ്രയാസങ്ങളും ഇടുന്നുണ്ട്. യേശുവേ ആ മക്കളെല്ലാം ആശ്വസിപ്പിക്കണേ, ദുഃഖങ്ങൾ എടുത്തു മാറ്റണമേ, അവർക്ക് സാക്ഷ്യപ്പെടുത്താൻ ഇതിലൂടെ തന്നെ ഉപകാരം കൊടുക്കണമേ. സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രി പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കുന്നത്, പ്രാർത്ഥിക്കാൻ വിളിക്കുന്നവർ, മെസ്സേജുകൾ എഴുതിയിടുന്നവർ, വാട്സാപ്പിലൂടെ പ്രാർത്ഥനാ സന്ദേശങ്ങളും വോയിസൊക്കെ അയക്കുന്നവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ നീ നല്ലവനാണ്, കർത്താവ് നല്ലവനാണ്. ദൈവമേ അവരുടെ മേലും ഞങ്ങളുടെ മേലും കരുണയായി. ഞങ്ങളുടെ ശുശ്രൂഷകളെ നീയാണ് ഇതെല്ലാം പറയിക്കുന്നത്. ഒരു വാക്ക് പോലും പുറത്തേക്ക് വരുന്നത് നിൻ്റെ നാമത്തിലാണ്. ഈ വാക്കുകളുടെ ബലത്തിലാണ് ഞങ്ങൾ ഇവർ തമ്മിലുള്ള പരിചയവും ബന്ധവും. എൻ്റെ ദൈവമേ ഈ തകർന്ന് വേദനിച്ച് ദുഃഖിച്ചിരിക്കുന്ന ഈ സഹോദരൻ, ഈ സഹോദരി, ഇത് കേൾക്കുന്ന മക്കൾ, അവരുടെ പ്രിയപ്പെട്ടവരെ ഓർത്തുള്ള വിഷമങ്ങൾ, ആരുമില്ലെന്നുള്ള തോന്നൽ, ഏകാന്തത, ഭയം, ഡിപ്രഷൻ, കർത്താവേ പ്രിയപ്പെട്ടവരെ ഓർത്തുള്ള അഗാധമായ ദുഃഖങ്ങൾ, മരിച്ചവരെ ഓർത്ത് ഇപ്പോഴും വിഷമിച്ചു, ഇതിനെല്ലാം ഒരു ആശ്വാസവും പരിഹാരവും കൊടുക്കണമേ. കർത്താവേ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്ര, പരിശുദ്ധാത്മാവിനെ നൽകുന്ന ദൈവപുത്ര, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ദൈവോത്തനായ ഈശോയെ ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറക്കണമേ. യേശുവേ നന്ദി. സ്തുതി, 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 സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ. കരങ്ങൾ ഉയർത്തി ഈ മക്കൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാനുള്ള കൃപയെ അഭിഷേകം കൊടുക്കണമേ. അത്ഭുതകരമായ രോഗശാന്തികൾ ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. വചനപ്രഘോഷണം നൽകുന്ന പ്രത്യേക അധികാരത്തിൽ മത്തായി 10:8 വചനത്താൽ പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടോ പൊട്ടട്ടെ, തിരക്തൊഴട്ടെ. രോഗികളെ സുഖപ്പെടുത്തുവിൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുകയും. ഈ വചനത്തിൻ്റെ അഭിഷേകം ഇത് കേൾക്കുന്ന വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, കോമ്പൗണ്ടിൽ, അവരുടെ നിയോഗങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. പാപബോധം നൽകണമേ, പശ്ചാത്താപം നൽകണമേ. ഒരു പുതിയ സൃഷ്ടിയാക്കി ഞങ്ങളെ ഇവരെയും മാറ്റണമേ. പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, മാതാവേ, ആ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തമെന്ന് കൂദാശ വചനങ്ങൾ ഉരുവിടുന്ന ഓരോ വൈദികനോടൊപ്പം ഇതാ എൻ്റെ ശരീരം, എൻ്റെ രക്തമെന്ന് പറയാൻ കഴിവുള്ള ഏക വ്യക്തി നീയാണല്ലോ അമ്മേ, മാതാവേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പുത്രൻ്റെ ശരീരം അമ്മയുടെ ശരീരം, അമ്മയുടെ ശരീരം പുത്രൻ്റെ ശരീരം നീയല്ലോ സക്രാരി. അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. വിശുദ്ധി ഞങ്ങളുടെ ജീവിതത്തിൽ തരണമേ. യേശുവേ നന്ദി, സ്തുതി, സ്തുതി. വിശുദ്ധ ഔസേപിതാവേ, സകല വിശുദ്ധമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. മാലാകമാരുടെ സഹായം, സംരക്ഷണം ഞങ്ങളുടെ കാവൽ മാലാകമാർ ദൈവഹിതം പോലെ നയിക്കുകയും ഭരിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകളെല്ലാം കിട്ടും. ഇത് 610ാമത്തെ വീഡിയോയാണ്. ഇത്രയും ഓഡിയോയാണ് ചെയ്യുവാൻ കൃപ തന്നതിന്. വീഡിയോയിലൂടെ, ഓഡിയോയിലൂടെ അനേകരിലേക്ക് ദൈവവചന ശുശ്രൂഷ എത്തിക്കാൻ കൃപ തരുന്ന പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്നു. ഇത് നിങ്ങൾക്ക് പ്രയോജനകരമാണെങ്കിലും മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. അങ്ങനെ അനേകർ ദൈവാത്മാവിനാൽ നിറയപ്പെട്ട് മോചനം പ്രാപിക്കട്ടെ. നിങ്ങളുടെ കമൻറ്റുകൾ, ഷെയറുകൾ, ലൈക്കുകൾ എല്ലാം അയക്കുക. അങ്ങനെ സുവിശേഷ പ്രഘോഷണ ദൗത്യങ്ങളിൽ സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയോടൊപ്പം പങ്കുകാരാവാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.